കണ്ടാൽ ഞാൻ ചിരിക്കും, ചിലപ്പോൾ കൈ കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇല്ല, ഞാനത് ചെയ്യില്ല. LDF ഗവൺമെൻറ്റിലെ പ്രവർത്തനങ്ങൾക്കും LDFിലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിക്കാനും പോകുന്നില്ല. വെള്ളാപ്പള്ളിയല്ല LDF, വെള്ളാപ്പള്ളി ആകാൻ പാടില്ല LDF, ഉറപ്പാണ്. നമസ്കാരം. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് പിണറായി മന്ത്രിസഭയിലെ രണ്ടാം കക്ഷിയായ, അത് LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി വലിയേട്ടൻ്റെ താഴെ നിൽക്കുന്ന ചെറിയേട്ടൻ CPI എന്ന കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ബിനോയ് വിശ്വം എന്തെങ്കിലും ഒരു പൊട്ടിത്തെറിക്കുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ സീമകളെല്ലാം കടന്നുകൊണ്ട് പിണറായി വിജയൻ സകല വൃത്തികെട്ട ആളുകളെയും കൊണ്ടിട്ട്, പരമനാറികളെയും കൊണ്ടിട്ട്, പരമചെറ്റകളെയും കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിൽ നടക്കുകയാണ്. കേരളത്തിൽ കംപ്ലീറ്റ് വർഗീയ വിഷം കുത്തിവെച്ച് കേരളത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന, സമുദായ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മാഫിയ തലവൻ പിണറായി വിജയന് പ്രിയപ്പെട്ടവനായിട്ട് കുറേ കാലമായി. അതിന് കാരണം VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളിക്കെതിരെ കേസ് കൊടുത്തപ്പോൾ മൈക്രോ ഫിനാൻസ് വഴി തട്ടിപ്പ് നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് പെറ്റീഷൻ കൊടുത്തപ്പോൾ അത് അട്ടിമറിച്ച് വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചുള്ള നേതാവാണ് പിണറായി വിജയൻ. സ്വന്തം നേതാവ് പിണറായി വിജയൻ്റെ നേതാവായ VS അച്യുതാനന്ദൻ ഈ സമുദായ കലാപമുണ്ടാക്കി സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് കോടികൾ പിരിച്ച് അത് മൈക്രോ ഫിനാൻസ് വഴി സാധാരണ ജനങ്ങളെ പറ്റിക്കുന്ന ഈ തട്ടിപ്പ് വീരനെ അകത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അന്ന് ആരാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്? പിണറായി വിജയനാണ്. ആ പിണറായി വിജയന് വേണ്ടി അടുത്ത കാലത്ത് ഹിന്ദു വോട്ട് ഏകീകരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഈ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തും മറ്റുള്ള സ്ഥലങ്ങളിലും കുറേ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. മലപ്പുറത്ത് പോയി മലപ്പുറം ജില്ലയിൽ തീർത്തും മുസ്ലിം ഹിന്ദു ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ നടത്തിയത്. അത് ആർക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ നടത്തുന്നത്? BJPക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ BJP കേരളത്തിൽ ശക്തിപ്പെടണം എന്നുള്ള അമിത്ഷായുടെ തന്ത്രങ്ങൾക്ക് വെള്ളാപ്പള്ളി ഇത്രയും പ്രേരണ നൽകി ചെയ്യിപ്പിക്കുന്നത് പിണറായിയാണ്. അങ്ങനെയുള്ള പിണറായി അടുത്ത കാലത്ത് ശബരിമലയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോയി അവിടെ ദിവ്യ ദർശനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ്, ഇത്തരത്തിലുള്ള വർഗീയ വിഷമാണ് എൻ്റെ കൂടെയുള്ളതെന്ന് സന്ദേശം കൊടുക്കുകയുണ്ടായി. അതോടെ കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷങ്ങളും ഹിന്ദുക്കൾക്കെതിരെയുള്ള ന്യൂനപക്ഷങ്ങളെല്ലാം, അതായത് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടാവുകയും UDFിലേക്ക് ഒഴുകിപ്പോവുകയും ചെയ്തു. മാത്രമല്ല SNDPയിലെ സാധാരണ ഈഴവരെല്ലാം UDFിനോടൊപ്പം വോട്ട് ചെയ്തു. CPMൻ്റെ നില കെട്ടിവെച്ച പൈസ മിക്ക സ്ഥലത്തും കിട്ടാതെയായി. അതിന് ഉത്തരവാദി ആരാണ്? പിണറായിയാണ് കേരളത്തിൽ ഏറ്റവും LDFിൻ്റെ ശത്രു. എല്ലാവിധത്തിലുള്ള ബൂർഷാ ചിന്തകളുമായി നടക്കുന്ന, സാധാരണ തൊഴിലാളികളുടെയും കർഷകരുടെയും പേര് പറഞ്ഞ് വോട്ട് നേടുന്ന തട്ടിപ്പ് വീരനായ പിണറായി വിജയനെ എല്ലാ തരത്തിലും നശിപ്പിക്കുന്ന വർഗീയ വിഷമായ വെള്ളാപ്പള്ളി, ആ വെള്ളാപ്പള്ളിയാണ് പിണറായി വിജയനെ തോളത്തിരുന്ന് ചെവിട് തിന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള സത്യം കൃത്യമായി അറിഞ്ഞിട്ടും തിന്നോട്ടെ, എനിക്കെന്താ പ്രശ്നം, ഞാൻ ഈ ആദ്യകാലമൊന്നും ഉണ്ടാവില്ല, കിട്ടുന്നതെല്ലാം കിട്ടാവുന്ന പൈസയെല്ലാം അടിച്ച് വിദേശത്ത് എത്തിച്ചല്ലോ, മകനും മകൾക്കും എത്തിച്ചു കൊടുത്തുള്ള എനിക്കെന്താ പ്രശ്നം, ഇവിടെ പാർട്ടി നശിച്ചാൽ എന്ത്, അടിച്ച് നശിപ്പിച്ചില്ലെങ്കിൽ എന്ത് എന്നുള്ള നിലയിലെയാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾക്ക് ഉത്തരവാദി പിണറായി വിരുദ്ധ, സർക്കാർ വിരുദ്ധ കൊടുങ്കാറ്റ് തന്നെയാണ് കേരളത്തിലുണ്ടായിട്ടുള്ള, ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് ഏത് കൊച്ചു കുട്ടികൾക്കറിയാം. എന്നാൽ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇതുവരെ നേരം വെളുത്തിട്ടില്ല എന്ന് മാത്രം. എന്നാൽ ഇതോടൊപ്പമാണ് വർഗീയ വിഷയമായ ഈ വെള്ളാപ്പള്ളിയെ കൊണ്ട് കാറിൽ കയറ്റി നടക്കുന്ന കാര്യമുണ്ടായത്. ഈ കാറിൽ കയറുന്ന കാര്യത്തിൽ ഈ ബിനോയ് വിശ്വത്തോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളുടെ കാറിൽ ഇയാളെ കയറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് കൈ കൊടുക്കും, അദ്ദേഹത്തോട് ചിരിക്കും, പക്ഷേ കാറിൽ കയറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത്രയും പരമനേറിയ, പരമചെറ്റയായ, പരമതെണ്ടിയായ ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശനെന്ന് കൃത്യമായി ബിനോയ് വിശ്വത്തിന് അറിയാം. കാരണം ഈ നാട്ടിലെ സകല മേഖലകളിലും ഈ വർഗീയ വിഷം ചീറ്റുന്ന ഒരു വിഷപ്പാമ്പാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിയെ കൊണ്ട് നടന്നാൽ ഉള്ള വിലയും നിലയും മാറും, ചീഞ്ഞു നാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ചീഞ്ഞു നാറി ആർക്കും വേണ്ടാത്ത
ഒരു വിഴുപ്പ് പാണ്ഡത്തെയാണ് പിണറായി വിജയൻ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് എന്നാണ് കൃത്യമായി ഈ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എൻ്റെ കാറിൽ എന്തായാലും പിന്നെ ഈ വെള്ളാപ്പള്ളിയെ ഞാൻ കയറ്റില്ല എന്നുള്ള കാര്യം. അതായത് ഇത്രയും കാലം അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നുള്ള നിലയിലാണ് അവസാനം ബോധോദയമുണ്ടായി ആർക്ക് ബിനോയ് വിശ്വത്തിന്. ഇത്രയും കാലം പല സമയത്തും ഈ പിണറായി വിജയൻ സകല തെമ്മാടിത്തരങ്ങളും കാണിച്ച് കേരളത്തെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴൊന്നും മിണ്ടാതിരുന്ന ബിനോയ് വിശ്വം ഇപ്പോൾ കൃത്യസമയത്ത് പ്രതികരിച്ചിരിക്കുന്നു. ഈ പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭരണവിരുദ്ധ വികാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ അകന്നിരിക്കുന്നു, പ്രത്യേക സമുദായങ്ങളും മതങ്ങളും അകന്നിരിക്കുന്നു, ന്യൂനപക്ഷങ്ങൾ അകന്നിരിക്കുന്നു, ഇനി ആരും അകലാത്തതില്ല. ചില കുത്തക മുതലാളിമാരുണ്ട്, വെള്ളാപ്പള്ളിയെ പോലെ വിഷം ചീറ്റുന്നവർ കൂടെയുണ്ട്, അല്ലാതെ വേറെ ആരുമില്ല എന്ന് കൃത്യമായി രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ബിനോയ് വിശ്വം തയ്യാറായിരിക്കുന്നു. ഇതുവരെ പിണറായിക്ക് മുമ്പിൽ മുട്ടടിക്കുന്ന ബിനോയ് വിശ്വം ഇങ്ങനെ പറയണമെങ്കിൽ ആ പാർട്ടിക്കുള്ളിൽ എന്തുമാത്രം ആഭ്യന്തര കലഹം നടന്നിട്ടുണ്ടാവും. CPIക്കുള്ളിൽ നടന്ന സെക്രട്ടേറിയറ്റ് മീറ്റിംഗ്, സംസ്ഥാന കമ്മിറ്റി മീറ്റിങ്ങിലും വലിയ തോതിലുള്ള വിമർശനമാണ് ബിനോയ് വിശ്വത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ മുട്ടടിച്ച് അവിടെ ഇരിക്കല്ലേ ചെയ്യുന്നത്? കൃത്യമായി പിണറായി വിജയൻ ചെയ്യുന്ന സർക്കാർ ജനവിരുദ്ധ നടപടികൾക്കെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്ന് കർശനമായി ചോദിച്ചില്ല. എല്ലാം അവസാനിച്ച് എല്ലാം നശിച്ച് കുത്തുപാളയെടുക്കുമ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ മിണ്ടണം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോണം എന്ന് ബിനോയ് വിശ്വത്തോട് CPI മെമ്പർമാർ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊളയുടെ ഓരോ കഥകൾ ഓരോ ദിവസങ്ങൾ ആയി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞെട്ടിവിറയ്ക്കുകയാണ് കേരളം തന്നെ. എന്നാൽ പിണറായി വിജയൻ ഒരു ഞെട്ടലുമില്ല. കാരണം എന്തായാലും ജയിലിലേക്ക് പോകാനുള്ളതാണ്, എല്ലാം കൂടെ ഒരുമിച്ച് ജയിലിൽ പോകാം. മകളെയും മകനെയും കൃത്യമായി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ആ പണമെല്ലാം അവർ ഉപയോഗിച്ചോളും. എന്നെ സംബന്ധിച്ചോളം ജയിലിൽ പോയാലും ഇനി പ്രശ്നമില്ല, വയസ്സായില്ലേ 19 വയസ്സ്, അതിൻ്റെ ആനുകൂല്യം കിട്ടുമല്ലോ എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം. അവസാനം ഇപ്പോൾ ധാർഷ്ട്യമെല്ലാം പോയി, ഇപ്പം കാറ്റ് പോയ ബലൂൺ മാതിരി ഇരിക്കുകയാണ് പിണറായി വിജയൻ. ഓരോ ദിവസവും പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ ഒരു കുലുക്കവുമില്ല. പാർട്ടി നശിച്ചാൽ എന്ത്, നാളെ നശിച്ചെങ്കിൽ എന്ത്, കോടികൾ കടമെടുത്ത് കട്ടുമുടിക്കുമ്പോൾ അതിന്ന് കട്ടുമുടിച്ച് ഇവിടെ വലിയ പദ്ധതികൾ വരുന്നു, കിഫ്ബി വരുന്നു, മറ്റേത് വരുന്നു പറഞ്ഞ പറ്റിക്കലാണ് പിണറായി വിജയനുള്ളത്. ഇതെല്ലാം കണ്ടു നിന്ന CPIക്ക് അവസാനം ഗത്യന്തരമില്ലാതെ വിളിച്ചു പറയേണ്ടി വന്നിരിക്കുന്നു. ബിനോയ് വിശ്വത്തിന് വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. ആ പരമദുഷ്ടനായ പരമനാറിയായ ചീഞ്ഞു നാറിയ ആ ശവത്തെയാണ് പിണറായി വിജയൻ കാറ് കയറ്റിക്കൊണ്ട് നടന്നത് എന്നുള്ളത്. അത് കേരളം കൊണ്ടു നടക്കുമ്പോൾ കേരളം മുഴുവൻ ചീഞ്ഞു നാറും. ആ ചീഞ്ഞു നാറിൽ CPIക്ക് താല്പര്യമില്ല. ആ ചീഞ്ഞു നാറിയ സംഭവത്തെ എൻ്റെ കാറിൽ കയറ്റാൻ ഞാൻ തയ്യാറല്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്കാരം.